ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ക്യാബേജ് തോരൻ വെക്കാൻ പോവുകയാണ്. അതിന് ഞാനൊരു അരമുറി ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്യാബേജും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള തേങ്ങ, പച്ചമുളക്, കരിയാപ്പില, ഇഞ്ചി നല്ലപോലെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി, അതിനകത്ത് ഉള്ളിയൊന്നും ഞാൻ ചേർക്കുന്നില്ലേ. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വച്ച് കഴിഞ്ഞ് നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാമേ. നല്ല ടേസ്റ്റാണ്. ഉള്ളി ചേർത്തിട്ടില്ല. നോക്കിക്ക് നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. ക്യാരറ്റും കരിയാപ്പിലയും പച്ചമുളകും. ഇവിടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുക്കാം. ഇവിടെ കടുക് പൊട്ടി അതിനകത്ത് ഞാൻ വറ്റൽമുളക് ആഡ് ചെയ്തേ. ഇനി ഇവിടെ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടി ഞാൻ ഇടുവാണ്. ഇതിനകത്ത് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇങ്ങനെ ഒന്ന് അമക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നേരം അത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി, കറക്റ്റായിട്ടുള്ള ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഈ ക്യാബേജ് തോരൻ ഒരു ഹോട്ടൽ സ്റ്റൈൽ ക്യാബേജ് തോരനാണ്. ഹോട്ടലിലൊക്കെ ചെന്നാൽ ഇതുപോലത്തെ ക്യാബേജ് തോരനാണ് കിട്ടുന്നത്. ഉള്ളി അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് അങ്ങ് പോകും. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. കളർഫുള്ളായിട്ടില്ലേ. ഓറഞ്ച്, പച്ച കളറ്, ക്യാബേജിൻ്റെ ലൈറ്റ് ഗ്രീൻ കളറ്, സൂപ്പർ. നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.